പശ്ചിമേഷ്യയിൽ ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിൽ വലിയ തോതിലുള്ള സംഘർഷം നടക്കുമ്പോൾ ലോകം മുഴുവൻ വലിയ ആശങ്കയിലാണ്. എന്നാൽ ഈ ഗൗരവതരമായ സാഹചര്യത്തെ ഗോദി മീഡിയകൾ സമീപിക്കുന്ന രീതി കാണുമ്പോൾ ഇത് വാർത്തയാണോ അതോ ഏതെങ്കിലും സിനിമയാണോ എന്ന് സംശയിച്ചു പോകുന്ന അവസ്ഥയാണുള്ളത്. വാർത്തകളെ അതിന്റെ കൃത്യതയോടെയും ഗൗരവത്തോടെയും ജനങ്ങളിൽ എത്തിക്കുന്നതിന് പകരം വലിയ ബഹളവും ഗ്രാഫിക്സുമായി യുദ്ധത്തെ ഒരുതരം ആഘോഷമാക്കി മാറ്റുകയാണ് പല ചാനലുകളും ചെയ്യുന്നത്. സംഘർഷത്തിന്റെ തുടക്കത്തിൽ ഇറാന്റെ മിനാബിലുള്ള ഒരു പെൺപള്ളിക്കൂടത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. ആ ദാരുണമായ സംഭവത്തിൽ 165 പെൺകുട്ടികളാണ് കൊല്ലപ്പെട്ടത്. അത്രയും വലിയൊരു മാനുഷിക ദുരന്തം ഉണ്ടായതിനെ അതിന്റെ വൈകാരികതയോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം സ്റ്റുഡിയോയിൽ മിസൈലുകളും വിമാനങ്ങളും പറക്കുന്ന ഗ്രാഫിക്സ് സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു ഇന്ത്യയിലെ ഗോദി മീഡിയകൾ. യുദ്ധമെന്നത് കുറെ ആയുധങ്ങളുടെ പ്രദർശനമല്ല, മറിച്ച് ഒരുപാട് മനുഷ്യരുടെ ചോര വീഴുന്ന ദുരന്തമാണെന്ന കാര്യം പലപ്പോഴും വാർത്താമുറികൾ മറന്നുപോകുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് പ്രവാസികളുണ്ട്. മലയാളികൾ അടക്കമുള്ള വീട്ടുകാർ വലിയ പേടിയോടെയാണ് ചാനലുകൾ തുറക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ടവർ നിൽക്കുന്ന നാട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാനാണ് അവർ ശ്രമിക്കുന്നത്. എന്നാൽ അവരെ ആശ്വസിപ്പിക്കുന്നതിന് പകരം ദുബായ് കത്തുന്നു, 3ാം ലോക മഹായുദ്ധം ഇതാ തുടങ്ങി എന്നൊക്കെ സ്ക്രീനിൽ എഴുതി കാണിച്ചും വലിയ ശബ്ദത്തിൽ സൈറൺ മുഴക്കിയും ആളുകളെ കൂടുതൽ ഭയപ്പെടുത്താനാണ് ചാനലുകൾ ശ്രമിക്കുന്നത്. ഇത് കാണുന്ന പ്രായമായവരുടെയോ കുട്ടികളുടെയോ മാനസികാവസ്ഥ എന്താകുമെന്ന് ചാനലുകൾ ആലോചിക്കാറില്ല. വാർത്ത നൽകുക എന്ന പ്രാഥമിക ഉത്തരവാദിത്തത്തേക്കാൾ റേറ്റിംഗ് കൂട്ടുക എന്ന ലാഭലക്ഷ്യത്തിനാണ് ഗോദി മീഡിയകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വലിയ പ്രതിസന്ധി വ്യാജ വാർത്തകളാണ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകൾ സത്യമാണോ എന്ന് പോലും പരിശോധിക്കാതെ പല ചാനലുകളും അവ തത്സമയം സംപ്രേഷണം ചെയ്യുന്നു. ദുബായിൽ ബോംബ് വീണുവെന്ന് പറഞ്ഞ് ചാനലുകൾ കാണിച്ച ഒരു വീഡിയോ സത്യത്തിൽ ബഹ്റൈനിൽ നടന്ന ഏതോ പഴയ കാര്യമായിരുന്നു. ഗൾഫിലെ പ്രാദേശിക പത്രങ്ങൾ പോലും ഇന്ത്യൻ മാധ്യമങ്ങളുടെ ഈ തെറ്റായ രീതിയെ വിമർശിച്ചിട്ടുണ്ട്. ഇത്തരം നുണകൾ പ്രചരിപ്പിക്കുന്നത് വാർത്താ ചാനലുകളുടെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കും. സോഷ്യൽ മീഡിയയിൽ വരുന്നതെല്ലാം വാർത്തകളല്ല എന്ന് തിരിച്ചറിയാനുള്ള പക്വത പോലും പല മാധ്യമങ്ങളും കാണിക്കാറില്ല. നയതന്ത്രപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും പ്രമുഖ ഗോദി മീഡിയകൾ വേണ്ടത്ര ഗൗരവം കാണിക്കാറില്ല. ഇറാന്റെ ദേന എന്ന കപ്പൽ ശ്രീലങ്കയ്ക്കടുത്ത് വെച്ച് ആക്രമിക്കപ്പെട്ട സംഭവം നമുക്കറിയാം. ആ കപ്പലുണ്ടായിരുന്ന നാവികർ കുറച്ചു ദിവസം മുൻപ് വിശാഖപട്ടണത്ത് നടന്ന ചടങ്ങിൽ ഇന്ത്യയുടെ അതിഥികളായി വന്ന് മടങ്ങിയവരായിരുന്നു. നമ്മുടെ അതിഥികളായി വന്ന് മടങ്ങിയവർക്ക് നേരെ ഇത്ര വലിയ ആക്രമണം നടന്നിട്ടും അത് ഗൗരവമായി ചർച്ച ചെയ്യാൻ പലർക്കും കഴിഞ്ഞില്ല. ഇതിനേക്കാൾ സങ്കടകരമായ കാര്യം ചില ചാനലുകൾ യുദ്ധത്തെ ജ്യോതിഷവും ഗ്രഹപ്പിഴയുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് എന്നതാണ്. പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളുടെ ജാതകം നോക്കിയാണ് യുദ്ധം ഉണ്ടാകുന്നതെന്നാണ് രാജ്യത്തെ വിശുദ്ധ മീഡിയകൾ പറയുന്നത്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളുടെ വാക്കുകൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന രീതിയാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഗോദി മീഡിയകൾ അവലംബിച്ചു പോരുന്നത്. അമേരിക്കയോ ഇസ്രായേലോ പറയുന്ന കാര്യങ്ങൾ മാത്രം സത്യമായി കാണുകയും അത് മാത്രം ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുകയുമാണ് മാധ്യമങ്ങൾ ചെയ്തു വരുന്നത്. ഈ യുദ്ധം കാരണം ഇന്ത്യയിലെ പെട്രോൾ വില കൂടുമോ, നമ്മുടെ സാമ്പത്തിക നിലയെ എങ്ങനെയൊക്കെ ബാധിക്കും, പ്രവാസികളുടെ ജോലി സുരക്ഷ എങ്ങനെയായിരിക്കും എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഇടങ്ങളിൽ ആര് ആരോട് യുദ്ധം ചെയ്യിക്കുമെന്ന വാഗ്വാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.